നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പിലിഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക്. പിലിഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്ന ആനി ഡിലിയാർഡ് എഴുതിയിട്ടുള്ളൊരു നറേഷൻ ആണ് കേട്ടോ. ഇതൊരു റൈറ്റപ്പ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഇതൊരു സ്റ്റോറി അങ്ങനെയൊന്നും നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ആർട്ടിക്കിൾ പോലെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സ് തുറന്ന് വളരെ നന്നായി നറേറ്റ് ചെയ്യണം. അത് വായിക്കുന്ന ഒരാൾക്ക് അത് ഫീൽ ചെയ്യും. ലൈക്ക് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി വായിക്കാൻ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന പോലെയുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ പിലിഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സൈറ്റിംഗ് മെഡിറ്റേഷൻ ഓൺ നേച്ചർ ആൻഡ് ഇറ്റ്സ് സീസൺസ് എന്നാണ് പറയുന്നത്. ശരിക്കും ഇതൊരു പേഴ്സണൽ നറേറ്റീവ് ആണ്. അപ്പോൾ പേഴ്സണൽ നറേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ഓദറിന് എന്താണ് തോന്നണേ അത് അതേപോലെ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഈ കാര്യം ഇപ്പോൾ ഓദർ കണ്ട കാര്യം നമ്മൾ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ആ സെയിം സൈറ്റ് നമുക്ക് ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷെ ഓദർക്ക് എന്താണോ തോന്നിയത്, ഒരു കാഴ്ച കണ്ടപ്പോൾ ഓദർക്ക് എന്താണോ തോന്നിയത്, ഒരു ശബ്ദം കേട്ടപ്പോൾ റൈറ്റർക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ എഴുതിയിട്ടില്ല. ലൈക്ക് എ പേഴ്സണൽ നറേറ്റീവ് ആണ്. ഇറ്റ് റിവീൽസ് ദ റൈറ്റേഴ്സ് എക്സ്പ്ലോറേഷൻ ഡ്യൂറിംഗ് ദ ഹോൾ ഇയർ ഓൺ ഫുട്ട് ഇൻ ഹെർ നൈബർഹുഡ് ഇൻ ടിങ്കർ ക്രീക്ക്. സോ ടിങ്കർ ക്രീക്ക് ശ്രദ്ധിക്കുക, ടി ഇൻ ക്യാപ്സിലാണ്, സി ക്യാപ്സിലാണ്. സോ സ്വാഭാവികമായിട്ടും ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എ പ്ലേസ്. എവിടെയാണ്? ഇൻ വെർജീനിയ. So she examines, interrogates and experiments with clinical precision. ക്ലിനിക്കൽ പ്രിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈക്കോളജിക്കലി അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് റൈറ്റർ. ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ, ഏറ്റവും സബ്റ്റിലായിട്ടുള്ള എന്ന് നമ്മൾ പറയും, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഈ ഡീറ്റെയിൽസ് പോലും നമുക്ക് ഈ റൈറ്റർ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആവാസവ്യൂഹം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ആർട്ടിക്കിൾ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആവാസവ്യൂഹം സിനിമ കണ്ടിട്ട് ഇതൊന്ന് ഇതൊന്ന് അറിയാന്ന് വെച്ചെങ്കിൽ, ഇത് വായിക്കാന്ന് വെച്ചെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ അപ്പീലിംഗ് ആർക്കാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേച്ചറിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഇത്രയും കൂടി ക്രൈസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു ചിലന്തി വല കെട്ടുന്നത്, അതിന്റെ കൂടും കെണിയൊക്കെ ഒരുക്കുന്നത് നോക്കിയിരിക്കും, എന്ത് രസമായിട്ടാണ്. നന്നായിട്ട് ഒബ്സർവിങ് കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ഒരു വലിയ കഷ്ണം, ഒരു ലാർജ് പീസ് ഓഫ് കേക്ക് എടുത്തിട്ട് ഒരു ഉറുമ്പ് എങ്ങനെയാണ് ഒരു ചുമരിങ്ങനെ മുകളിലേക്ക് കയറി ജനല വഴി പുറത്തേക്ക് പോണേന്ന് ഒബ്സർവ് ചെയ്തിരിക്കാനുള്ള ക്ഷമയുള്ള, അതിന്റെ ക്യൂരിയസ് ആയിട്ടുള്ള, അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ഓന്ത് അത് പുല്ലിന്ന് പാറയിലേക്കും പാറയിന്ന് മണ്ണിലേക്കും മണ്ണിന്ന് മറ്റേ ചാരത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ നിറം വ്യത്യാസപ്പെടുന്നത് അതിങ്ങനെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. സോ വാട്ട് ദ റൈറ്റർ റിയലി ഇന്റന്റ് ടു കൺവേ ടു അസ് എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അതിനു മുന്നേ പറയണത്, ഹിയർ ഇൻ ദ ആർട്ടിക്കിൾ ദ റൈറ്റർ she attempts to decode the enigma of a water bug sucking the life out of a frog from the praying mantis laying eggs after deforming the male. So from the monarch butterflies which hatch and carry the smell of previous seasons with them before migrating to south. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു പ്രേയിങ് മാൻഡില് എന്ത് ചെയ്യുന്നു, മുട്ടയിട്ടിട്ട് എന്ത് ചെയ്യുന്നു, മെയിൽ പ്രേയിങ് മാൻഡിസ് എന്ത് ചെയ്യും, അത് ഡിഫോംഡ് ആവും, രൂപമാറ്റം സംഭവിക്കും. ദെൻ എങ്ങനെ, ആഫ്റ്റർ ലേയിങ് എഗ്സ്. അതുപോലെ തന്നെ ഹൗ ദ മൊണാർക്ക് ബട്ടർഫ്ലൈസ്, എങ്ങനെയാണ് അതിങ്ങനെ ഹാച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് മുട്ടയിടുന്നത്. അതുപോലെ തന്നെ ദ ബട്ടർഫ്ലൈസ്, ദീസ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ്, ദേ ക്യാരി ദ സ്മെൽ ഓഫ് ദ സീസൺ, പ്രീവിയസ് സീസൺസ് വിത്ത് ദം. ദെൻ വെൻ ദേ മൈഗ്രേറ്റ് ടു ദ സൗത്ത് ഓഫ് ദ കൺട്രി. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇതില് പിലിഗ്രിം അറ്റ് ദ ടിങ്കർ ക്രീക്കില് ആനി ഡിലിയാർഡ് ഷീ ഡസ് നോട്ട് ഡിസ്കസ് ഹെർ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ്. കാരണം ഷീ ഓൾവേസ് മോഡൽഡ് ഓൺ തോറോ, അമേരിക്കൻ ഫിലോസഫർ ആയിട്ടുള്ള തോറോനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതൊക്കെ. പക്ഷെ തോറോ വാൾഡൻ എന്ന് പറയുന്ന ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള കൃതിയുണ്ട്, അതില് ഒരുപാട് പാസ്റ്റ് മെമ്മറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാളെയാണ് മോഡൽ ചെയ്യുന്നെങ്കിലും തോറൂനെ പോലെ ഡിലിയാർഡ് ഷീ ഡസ് നോട്ട് ഡിസ്കസ് ഹെർ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ്. ഷീ ജസ്റ്റ് നറേറ്റ് വാട്ട് ഷീ സീസ് ദർ, വാട്ട് ഷീ തിങ്സ് വൈൽ ഷീ ലുക്ക് അറ്റ് ദ
at those things. അത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A couple of summers ago, I was walking along the edge of the island to see what I could see in the water, and mainly to scare frogs. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതായത് ഉറുമ്പോൾ വരിവരിയായിട്ട് പോകുമ്പോൾ ഒരു വര വരച്ചിട്ട് എങ്ങനെയുണ്ടാവും നോക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഇവിടെ ദ റൈറ്റർ ഇസ് വെരി ക്യൂരിയസ് ആൻഡ് ഷീ വാക്കിംഗ് ടു ദ എഡ്ജ് ഓഫ് ദ ഐലൻഡ്, അതായത് വെള്ളത്തിന്റെയും കരയുടെയും അതിൽ കൂടെ നടക്കുക. അവിടെ ആരാ ഉണ്ടാവുക? വെള്ളവും കരയും ചേർന്നെടുത്ത് ആരാ ഉണ്ടാവുക? ആമയും പിന്നെ ഫ്രോഗ്സ്. ആരാണ്? തവളകൾ ഉണ്ടാവാം ഇല്ലേ? സോ തവള അല്ലെങ്കിൽ ആമ ഇവരെയൊക്കെ കാണാൻ പറ്റുന്നത് ഉഭയജീവികളാണല്ലോ. ഉഭയജീവികളാണ്. So they can live in water and in the land. So she was walking along the edge of the island. So her intention was to scare the frogs. Scare frog എന്ന് വെച്ച് കഴിഞ്ഞാൽ തവളകളെ പേടിപ്പിക്കുക. അപ്പോൾ ഇവിടെ നറേറ്റർ പറയുന്നത് frogs have an inelegant way of taking off from invisible positions on the bank just ahead of your feet. Dire panic, emitting a frog yike എന്ന് പറയും. അതാണ്. ആൻഡ് സ്പ്ലാഷിങ് ഇൻ ടു ദ വാട്ടർ. സോ ഫ്രോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാണാം, ഇൻവിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പൊസിഷനിലിരിക്കും. നമ്മുടെ കാൽപാദത്തിന്റെ തൊട്ടടിയിൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും മഴക്കാലത്തൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് വിറ്റങ്ങൾ ചാടിപ്പോവും, ഒരു ശബ്ദം ഉണ്ടാക്കും. ഇൻക്രെഡിബിളി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദിസ് അമ്യൂസ്ഡ് മീ. സോ ദിസ് nature of these frogs, it amused the writer. So as I walked along the grassy edge of the island, I got better and better at seeing frogs both in and out of the water. So അങ്ങനെ ഗ്രാസി എഡ്ജ് ഓഫ് ദ ഐലൻഡ്. അപ്പൊ ഈ ദ്വീപിന്റെ ഐലൻഡ് തന്നെ അറിയാലോ, ദ്വീപിന്റെ അരികത്തൂടെ, അതായത് വെള്ളവും കരയും ചേരുന്ന ഭാഗത്തൂടെ നടക്കുകയാണ്. മെയിൻലി ഇന്റൻഷൻ എന്താണ്? ഫ്രോഗ്സിനെ സ്കയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പോണ നേരത്ത് ഷീ ബിഗാൻ ടു റെക്കഗ്നൈസ് ദ ഡിഫറെന്റ് ടെക്സ്ചർ ഓഫ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം മഡ് ബാങ്ക്, വാട്ടർ, ഗ്രാസ് ഓർ ഫ്രോഗ്. അപ്പൊ നോക്കിയപ്പോ ഈ പല ലൈറ്റിന്റെ ആ ഒരു റിഫ്ലക്ഷൻ വരുന്നതിന്റെ ആ വ്യത്യാസം അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഫ്രോഗ്സ് വെർ ഫ്ലൈയിങ് ഓൾ അറൌണ്ട് മീ. സോ ഫ്രോഗ്സ് വെർ ലൈയിങ് എന്നല്ല പറയുന്നത്, ഫ്ലൈയിങ് എന്നാണ് പറയുന്നത്. അല്ല, പറന്ന് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഐലൻഡ് ഐ നോട്ടീസ്ഡ് എ സ്മോൾ ഗ്രീൻ ഫ്രോഗ്. ഒരു പച്ച തവളനെ കണ്ടു. നമ്മൾ മരത്തവള എന്നൊക്കെ പറയുന്ന. ഹി വാസ് എക്സാക്ട്ലി ഹാഫ് ഇൻ ആൻഡ് ഹാഫ് ഔട്ട് ഓഫ് ദ വാട്ടർ, ലുക്കിംഗ് ലൈക്ക് എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ആംഫീബിയൻ, ബട്ട് ഹി ഡിഡ്ന്റ് ജംപ്. അപ്പൊ ഇത് ഈ ഐലൻഡിന്റെ കര എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഇത്തിരി പായലൊക്കെ പിടിച്ച് പച്ച കളറായിട്ട്. അപ്പൊ ഇതുമേ ഈ തവള ഇരിക്കുകയാണ്. പകുതി വെള്ളമുണ്ട്, പകുതി കരയിലായിട്ടിരിക്കുന്നത്. ആൻഡ് എന്തായിരിക്കും അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കണ്ണ് മാത്രം ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട്. സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പ് പോലെ അത് കൃത്യമായിട്ടുള്ള ഡിസൈൻ ഒന്നുമല്ല. അപ്പൊ ശരിക്കും ഒരു ആംഫീബിയന്റെ ഡയഗ്രാം പോലെ ഇരിക്കുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഡിഡൻ മൂവ് എന്നാണ് പറയുന്നത്. ഹി ഡിഡൻ ജംപ്. അതായത് നമ്മൾ പറഞ്ഞ കണ്ടിട്ടോ നോക്കണ കണ്ടിട്ടോ ഇതും നീങ്ങിയില്ല. വീണ്ടും അത് നെക്സ്റ്റ് പാരഗ്രാഫിൽ റിപ്പീറ്റ് ചെയ്യണം. ഹി ഡിഡൻ ജംപ്, ഐ ക്രപ്റ്റ് ക്ലോസർ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഓദർ കാൽമുട്ട്, അതായത് മുട്ടിലഴഞ്ഞിട്ടാണ് നടക്കണേ. സോ ഷീ ക്രപ്റ്റ് ക്ലോസർ. അറ്റ് ലാസ്റ്റ് ഐ knelt on the island's winter killed grass. വിന്റർ കിൽഡ് ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് മഴ പെയ്തിട്ട് ആകെ നനഞ്ഞൊട്ടി കിടക്കുന്ന ആ ഗ്രാസിൽ ഇങ്ങനെ എന്താ പറയാ, മുട്ടില് ഇഴഞ്ഞ് ഡം സ്ട്രക്ക്, വേറെ ഒന്നും കേൾക്കുന്നില്ല. അതായത് ഫുൾ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ പച്ചത്തവളേനെയാണ്. ആൻഡ് സ്റ്റയറിങ് അറ്റ് ദ ഫ്രോഗ് ഇൻ ദ ക്രീക്ക് ജസ്റ്റ് 4 feet away. അപ്പൊ റൈറ്ററും ഈ ഫ്രോഗും തമ്മിൽ 4 അടി എന്താ പറയാ അകലം മാത്രമേ ഉള്ളൂ. ഹി വാസ് എ വെരി സ്മോൾ ഫ്രോഗ് വിത്ത് വൈഡ് ഡൾ ഐസ്. മനസ്സിലായല്ലോ? ഡൾ ഐസ് ആയിട്ടുള്ള ഒരു ചെറിയ തവളയാണ്. And just as I looked at him, he slowly crumpled and began to sag. Began to sag means began to sink. അത് he began to, നമുക്കറിയാം തവള കണ്ണ് മാത്രം ഇങ്ങനെ വെള്ളത്തിലുണ്ടാവും, ഇങ്ങനെ തുറച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താന്നു പോകും.
The spirit vanished from his eyes as if snuffed. Okay, his skin emptied and drooped. Drooped എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ shrink ആവുക, ഇങ്ങനെ ചുളുങ്ങിയിട്ട് പോവുക. വീർത്ത് നിൽക്കുന്ന ആള് ഒന്ന് ചുരുങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. His very skull seemed to collapse and settle like a kicked tent. ഒരു കിക്ക്ഡ് ടെന്റ് എന്ന് പറയുന്ന ലൈക്ക് നമ്മുടെ ടെന്റൊക്കെ ഇങ്ങനെ ഒരു മല വരയ്ക്കുന്ന പോലെ നമ്മളിങ്ങനെ മോൾഭാഗം കൂർത്ത് വെക്കുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ടെന്റ് വെക്കുക. അപ്പൊ ഈ ടെന്റ് ചുളുങ്ങി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതുപോലെയാണെന്നാണ് ഓദർക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓദർക്ക് എന്താണെന്ന് തോന്നണേ, ഓരോ കാഴ്ചകളും ഓദറുടേതായ രീതിയിൽ പറയുന്നുണ്ട്. ഹി വാസ് ഷ്രിങ്കിങ് ബിഫോർ മൈ ഐസ് ലൈക്ക് എ ഡിഫ്ലാറ്റിംഗ് ഫുട്ബോൾ. പിന്നെ പറയുന്നത് എന്താ, ഫുട്ബോളിന്റെ കാറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെ. ഐ വാച്ച്ഡ് ദ ടൗട്ട്. അപ്പൊ ടൗട്ട് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാ, ടൗട്ട് എന്ന് പറയുന്നത് ഈ തവളേനെ തന്നെ. ഈ തവളേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലിസറിംഗ് സ്കിൻ ഓൺ ഹിസ് ഷോൾഡേഴ്സ് റക്ക് ആൻഡ് റംബിൾ ആൻഡ് ഫാൾ. ഓക്കെ, സോ അതിന്റെ തവളയുടെ ഇപ്പോഴും തവളയുടെ പുറത്തുള്ള പാടുകളുണ്ടല്ലോ, ഓക്കെ, അതിങ്ങനെ റിക്ക് ആൻഡ് എന്താണ് RICK അല്ലെ, RUCK, റക്ക് ആൻഡ് റംബിൾ ആൻഡ് ഫാൾ. സോ അയാളുടെ ചുളുങ്ങുക, വീർക്കുക, അങ്ങനെയാണ് അതിന്റെ സ്കിന്നിന്റെ ഷോൾഡേഴ്സ് ഒക്കെ, സ്കിൻ ആൻഡ് ഷോൾഡേഴ്സ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നത്. സൂൺ പാർട്ട് ഓഫ് ഹിസ് സ്കിൻ ഫോംലെസ് ആസ് എ pricked balloon lay on floating falls like a bright scum on the top of the water. പെട്ടെന്ന് അതിങ്ങനെ ഉയർന്നു, അതിങ്ങനെ പൊങ്ങി വീർത്തിട്ട് അതിന്റെ സ്കിൻ മാത്രം ഇങ്ങനെ വെള്ളത്തിൽ. അപ്പൊ വെള്ളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഉണ്ട പോലൊരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അതിന്റെ കണ്ണൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ് വാസ് എ മോൺസ്ട്രസ് ആൻഡ് ടെറിഫയിങ് തിങ്. അപ്പൊ നേരത്തെ കരയിൽ പകുതി കിടക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരുന്നു അല്ലെ. ഐ ഗേപ്ഡ്, ബിവൈൽഡഡ് ആൻഡ് അപ്പാൽഡ്. അപ്പൊ ഗേപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഓതർ ഇത് കണ്ടിട്ട് ശരിക്കും ഉള്ള കാര്യമാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ചെയ്ത് വായ പൊളിച്ചു പോയി. ബിവൈൽഡഡ് അമ്പരന്നു, അപ്പാൽഡ് പേടി തോന്നി എന്നൊക്കെയാണ് പറയണത്. An oval shadow hung in the water behind the drained frog. Then the shadow glided away. The frog's skin bag started to skin. അങ്ങനെ ഈ ഫ്രോഗിന്റെ ഷാഡോ ഗ്ലൈഡഡ് അവേ, ഇതിങ്ങനെ ഈ ഫ്രോഗ് സ്കിൻ ഇങ്ങനെ നീങ്ങി പോവാണ് താഴത്തേക്ക് ഇങ്ങനെ. അപ്പൊ ഒരു വലിയ വട്ടം ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കുക, വലിയ വട്ടം, നമുക്ക് വേറെ ഒന്നും കാണാനില്ല, അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ഈ വലിയ വട്ടം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താന്നു പോവാണ്. So next paragraph, I had read about the giant water bug. സോ ഈ വാട്ടർ ബഗിനെ പറ്റിയിട്ട്, ബഗ് മൂട്ടാന്നാണ് നമ്മൾ പറയുന്നത്, വാട്ടർ ബഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ്. ബട്ട് നെവർ സീൻ വൺ. ഓക്കെ, ജയന്റ് വാട്ടർ ബഗ് ഇസ് റിയലി ദ നെയിം ഓഫ് ദ ക്രീച്ചർ വിച്ച് ഇസ് എനോർമസ്, ഹെവി ബോഡിഡ് ബ്രൗൺ ബഗ്. ഇറ്റ് ഈറ്റ്സ് ഇൻസെക്ട്സ്, ടാഡ്പോൾസ്, ഫിഷ് ആൻഡ് ഫ്രോഗ്സ്. സോ ഇവിടെ ജയന്റ് വാട്ടർ ബഗ് എന്ന് പറയുന്ന വെർജീനിയയിൽ കാണുന്ന ഒരു ജീവി, ജയന്റ് വാട്ടർ ബഗ്. ഈ വാട്ടർ ബഗ് ഇറ്റ്സ് എ നെയിം ഓഫ് എ ക്രീച്ചർ. ഇത് ഭയങ്കര എനോർമസ് ആണ്, ഹെവി ബോഡി, ഭയങ്കര ഭാരമുണ്ട് ഇതിന്. ആൻഡ് ഇറ്റ് ഈറ്റ് ഇൻസെക്ട്സ്, ടാഡ്പോൾസ്, ഫിഷ് ആൻഡ് ഫ്രോഗ്. ഇത് തവളയെ കഴിക്കും. അപ്പം ഇതുവരെ ഞാൻ വിചാരിച്ച ഒരു പച്ച തവള, ഒരു മരയൊന്ത് അങ്ങനെ വിചാരിച്ചിരുന്നു, ഒരു കുഞ്ഞിതാന്നൊക്കെ. പക്ഷെ വന്നിട്ട് സിങ്ക് ഇൻ ടു ദ വാട്ടർ അതൊരു വലിയ വീർത്ത് വലുതായി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സോ ദിസ് ഇസ് എ ജയന്റ് വാട്ടർ ബഗ് ആണ്. ഇറ്റ് ഈറ്റ്സ് പ്രാണികളെയും അതുപോലെ തവളകളെയും തവള കുഞ്ഞുങ്ങളെയും മീൻ കുഞ്ഞുങ്ങളെയും മീനിനെയും തവളകളെയും ഒക്കെ കഴിക്കുന്നത്. ഇറ്റ്സ് ഗ്രാസ്പിംഗ് 4 legs ആർ മൈറ്റി ആൻഡ് ഹൂക്ക്ഡ് ഇൻ വാർഡ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 4 legs ഉണ്ട്, മുന്നിലത്തെ 2 കാലുകള്. ഇതെന്ത് ചെയ്തും ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഹൂക്ക്ഡ് ഇൻ വാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക്, കൈയിന്റെ ഉള്ളിലേക്ക്, അതിന്റെ കൈയിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാ. അപ്പൊ എന്താ ഉണ്ടാവുക, ഇറ്റ് സീസസ് എ വിക്ടിം വിത്ത് ദീസ് ലെഗ്സ്. അപ്പൊ ഈ 4 legs ഉപയോഗിച്ചിട്ടാണ് പ്രാണീനെ എടുക്കുക, അതിന്റെ ഇരനെ എടുക്കുക. ആൻഡ് ഹങ്സ് ഇറ്റ് ടൈറ്റ്. അപ്പൊ അതിനെ എന്നിട്ട് മുറുക്ക് ഇങ്ങനെ പിടിക്കുമ്പോ എന്താ ഉണ്ടാവുക, ആൻഡ് പാരലൈസസ് ഇറ്റ് വിത്ത് എൻസൈംസ് ഇൻജെക്റ്റഡ് ഡ്യൂറിങ് എ വിഷ്യസ് ബൈറ്റ്. ആദ്യത്തെ കടിയിൽ തന്നെ എൻസൈംസ് ഈ കടി കിട്ടിയ ജീവിയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ദാറ്റ് വൺ ബൈറ്റ് ഈസ് ദ ഓൺലി ബൈറ്റ് ഇറ്റ് എവർ ടേക്സ്. ആ ഒറ്റ കടി മതി എന്നാണ് പറയണത്. ത്രൂ ദ പങ്ക്ചർ ഷൂട്ട് ഓഫ് ദ പോയ്സൺ ദാറ്റ് ഡിസോൾവ് ദ വിക്ടിംസ് മസിൽസ് ആൻഡ് ബോൺസ് ആൻഡ് ഓർഗൻസ്.
ഓൾ ബട്ട് ദ സ്കിൻ. അപ്പോ എന്താ പറയുന്നത്, ഈ പോയ്സൺ ചെന്ന് കഴിഞ്ഞാല് ആ ഒറ്റക്കടിയില് ഈ നമ്മള് പഞ്ച് ചെയ്യുന്ന പോലെയാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തേക്ക് ഇതെത്തും, ഈവൻ ദ സ്കിൻ, ഓർഗൻസ്, മസിൽസ് എല്ലാം. ആൻഡ് ത്രൂ ദ ജയന്റ് വാട്ടർ ബഗ് സക്സ് ഔട്ട് ഓഫ് ദ വിക്ടിംസ് ബോഡി റെഡ്യൂസ്ഡ് ടു ജ്യൂസ്. അങ്ങനെ ഇത് എന്ത് ചെയ്യും, ഈ വാട്ടർ ബഗ് ഈ ബോഡീനെ ഇങ്ങനെ സക്ക് ചെയ്യാണ്. സാധാരണ പോലെ കടിച്ച് ചവച്ച് തിന്നല്ല. ഇറ്റ് സക്സ്, ഇറ്റ് റെഡ്യൂസ് ദ വിക്ടിംസ് ബോഡി ഇൻ ടു ജ്യൂസ്. ഇങ്ങനെ നീര് പോലെയാക്കും. ദിസ് ഇവന്റ് ഈസ് ക്വൈറ്റ് കോമൺ ഇൻ വാം ഫ്രഷ് വാട്ടർ. അപ്പൊ ഇത് നമ്മൾ പറയില്ലേ, വാം ആയിട്ടുള്ള നല്ല എന്താ പറയാ മലയാളത്തില് ഉഷ്ണ നീരുറവകൾ, ഉഷ്ണജലപ്രവാഹങ്ങൾ, അവിടെയാണ് ഇത് കറക്റ്റായിട്ട് കാണുക. ഇത് കഥ നടക്കുന്നത് വെർജീനിയാണ്. അപ്പൊ ഇതിങ്ങനെ ആലോചിക്കാം, അവിടെ നമുക്ക് പസഫിക് അറ്റ്ലാന്റിക് ഓഷ്യൻസ് ആണ് കാണാം. ദ ഫ്രോഗ് ഐ സോ ബീങ് സക്ക്ഡ് ബൈ എ ജയന്റ് വാട്ടർ ബഗ്. അപ്പോ നേരത്തെ കണ്ട പച്ച തവള, അതിനെന്താ ഉണ്ടായത്, അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ താന്നു പോയതും ഈ ഒരു വാട്ടർ ബഗ് വന്ന് അതിനെ വിഴുങ്ങി. സോ ഇറ്റ് വാസ് ബീങ് സക്ക്ഡ് ബൈ ദ ജയന്റ്. അപ്പൊ ഞാൻ നേരത്തെ കണ്ടത് തവള ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഓദർ അവിടെ നറേറ്റ് ചെയ്തില്ല, അതായത് തവളേനെ പിടിച്ചുകൊണ്ടുപോയതാന്ന് അപ്പൊ പറഞ്ഞില്ല. പകരം പറഞ്ഞത് തവള ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തു, ഫുട്ബോളിന്റെ കാറ്റ് പോയ പോലെയായി, അല്ലെങ്കിൽ ടെന്റ് ഡിഫ്ലാറ്റ് ചെയ്ത പോലെയായി, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷെ പിന്നെ ഇപ്പോഴാണ് ഓദറിന് മനസ്സിലായത്, ദ ഫ്രോഗ് ഐ സോ, ഞാൻ കണ്ട തവള, ഇറ്റ് വാസ് ബീയിങ് സക്ക്ഡ് ബൈ ദ ജയന്റ് വാട്ടർ ബഗ്. ഈ ജയന്റ് വാട്ടർ ബഗ് വന്നിട്ട് അതിനെ സക്ക് ചെയ്ത് ഒറ്റക്കടി കടിച്ചിട്ട് അതിന്റെ ഉള്ളിലെ മാംസത്തിനൊക്കെ ജ്യൂസ് പോലെ അങ്ങനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഐ ഹാഡ് ബീൻ നീലിംഗ് ഓൺ ദ ഐലൻഡ് ഗ്രാസ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഐലൻഡ് ഗ്രാസിൽ ഇങ്ങനെ വിന്റർ ഷാറ്റേഡ് ഐലൻഡ് ഗ്രാസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ അങ്ങനെ അനങ്ങാണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. വെൻ ദ അൺറെക്കഗ്നൈസബിൾ ഫ്ലാറ്റ് ഓഫ് ഫ്രോഗ് സ്കിൻ സെറ്റിൽഡ് ഓൺ ദ ക്രീക്ക് ബോട്ടം swaying, I stood up and brushed the knees of my pants. I couldn't catch my breath. So for the first time ഓദർ ഇത് കാണുന്നത്. അപ്പൊ ഓദർക്ക് ഇത് എന്താ പറയാ, ആ ഒരു എക്സൈറ്റ്മെന്റ്, പേടി, ഒന്നും മിണ്ടാൻ പറ്റാണ്ട് ഷീ കുഡിന്റ് ക്യാച്ച് ഹെർ ബ്രത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാരഗ്രാഫ് അവസാനിക്കുന്നത്.